ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിൻ ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന വർക്കാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഒരു റെസിൻ ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത വർക്കാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ പുള്ളിക്കാരി കുറച്ച് ഫോട്ടോ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ 6x4 ഇഞ്ചിൻ്റെ പേപ്പറിൽ ഒന്ന് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ക്രൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഫോട്ടോ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു സെല്ലോ ടാപ്പ് യൂസ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് റെസിനാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പീക്കോറയുടെ ക്രിസ്റ്റൽ ക്ലിയർ റെസിനാണ് കേട്ടോ. എൻ്റെ റെസിൻ ഫ്രെയിം വർക്കൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റെസിൻ ഇതാണ്. ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഓൾറെഡി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. ഞാനിവിടെ ഐ കൊടുത്തേക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു മെഷറിംഗ് സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് A പാർട്ടായ റെസിൻ ഒരു 1/2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ B പാർട്ടായ ഹാർഡനർ ഒരു 1/4 സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു പേപ്പർ ഗ്ലാസ്സിൽ ഒഴിച്ച് പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആർലൈനിൻ്റെ കളറാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ റെസിൻ്റെ ഒക്കെ ചെയ്യാനായിട്ട് അതിൻ്റെതായ ഒരു കളറുണ്ട്. അത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ ടിൻറ്റ് കാണുമെന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു ബ്ലൂ കളറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഓഷ്യൻ തീമിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ വൈറ്റ് ബ്ലൂവും കൂടെ ആഡ് ചെയ്തത്. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ലോ ചെയ്ത് തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോൾഡിലേക്ക് ഒരു ബേസ് കോട്ടായിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ബേസ് കോട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു 24 hours വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 24 hours കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഷെൽസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓഷ്യൻ്റെ തീമാണെങ്കിലും തിരമാലയുടെ എഫക്റ്റ് ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം പുള്ളിക്കാർക്ക് അത്യാവശ്യം നല്ല ഫോട്ടോ വയ്ക്കണമായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഷെല്ലും പിന്നെ ഒരു ഓഷ്യൻ്റെ തീം വരുന്ന ഒരു കളറും കൂടെ മാത്രമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോട്ടോ ഒന്ന് ഒട്ടിച്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റെസിൻ ഒഴിക്കുമ്പോൾ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോകും. അപ്പം ഞാൻ എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ക്ലിയർ ആയിട്ടുള്ള റെസിനും കൂടെ ഒന്ന് അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം റെസിൻ്റെ റേഷ്യോ എടുത്തില്ല, അതേ റേഷ്യോയിൽ തന്നെയാണ് ഈ റെസിൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഷെൽസിൻ്റെ മുകളിലും കൂടെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ ഒഴിച്ചില്ലെങ്കിൽ ഒരിടത്ത് പറ്റും, ഒരിടത്ത് പറ്റാതിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ എല്ലാം കവർ ചെയ്ത് ഞാൻ ക്ലിയർ ആയിട്ടുള്ള റെസിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും, അതിനെ നമുക്കൊന്ന് ലൈറ്റർ ഒന്ന് കത്തിച്ച് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എയർ ബബിൾസ് എല്ലാം പോകും. അങ്ങനെ നമുക്കൊരു 24 hours കഴിഞ്ഞിട്ട് എടുത്തു നോക്കാം. അങ്ങനെ 24 hours കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മോൾഡിൽ നിന്ന് ഇങ്ങനെ റെസിൻ ഫ്രെയിം പുറത്തെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളെ ഈ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ ഈ റെസിൻ ഫ്രെയിം ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാവേ. ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തുള്ള യൂസ്ഫുൾ ആൻഡ് വെറൈറ്റി വീഡിയോസിനെ നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.